മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി നടക്കുകയാണ്. കുറച്ചു മുമ്പ് BB ഹോട്ടലിന്റെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞ് GM ആയ, അതായത് ജനറൽ മാനേജറായ ലക്ഷ്മി എല്ലാവർക്കും സ്റ്റാറുകൾ നൽകിയിരുന്നു. സ്റ്റാറുകൾ നൽകുന്നത് തികച്ചും ലക്ഷ്മിയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് ലക്ഷ്മി എന്തായാലും ഈ തവണ ഒനീലിനും ജിഷിനും ബിന്നിക്കും സ്റ്റാറുകൾ നൽകി. അതിൽ ഒനീലിനും ജിഷിനും 2 സ്റ്റാറുകൾ വീതമാണ് ലക്ഷ്മി നൽകിയത്. അതിന് റീസണായി ലക്ഷ്മി പറഞ്ഞത് ഉച്ചയ്ക്ക് ഫുഡ് തികയാതിരുന്നിട്ടും ത്യാഗം സഹിച്ച്, അതായത് സ്വയം ഫുഡ് പോലും കഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ഒനീലിനും ജിഷിനും 2 സ്റ്റാറുകൾ വീതം നൽകുന്നത് എന്നാണ് ലക്ഷ്മി അപ്പോൾ പറഞ്ഞിരുന്നത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്. ജനറൽ മാനേജറായ ലക്ഷ്മി ജോലി ചെയ്യാൻ വേണ്ടി അഭിലാഷിനെയും അക്ബറിനെയൊക്കെ വിളിക്കുന്നു. ആ സമയത്ത് അഭിലാഷാണ് വഴക്ക് തുടങ്ങുന്നത്. അഭിലാഷ് പറയുന്നത്, ഞാൻ എന്തിനാണ് ഇനി ഓരോ ഡ്യൂട്ടികൾ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ആരും കാണുന്നില്ല, ഓൾറെഡി സ്റ്റാർ കിട്ടിയവർക്ക് വീണ്ടും 2 സ്റ്റാറുകൾ വീതം നൽകുകയാണെന്നൊക്കെ പറഞ്ഞ് അഭിലാഷാണ് ഈ ഫൈറ്റ് തുടങ്ങുന്നത്. പിന്നീട് അത് അക്ബറും റെനയും നൂറയും അഭിലാഷും എല്ലാം ഏറ്റുപിടിക്കുന്നു. അക്ബർ പറയുന്നത് ഉച്ചയ്ക്ക് ഫുഡ് തികഞ്ഞില്ലെങ്കിൽ അത് അവരുടെ പിഴവാണ്, അതായത് കിച്ചൺ ടീമിൻ്റെ പിഴവാണ്, അല്ലാതെ അതൊരു ത്യാഗമാണെന്ന് പറഞ്ഞ് അതിന് 2 സ്റ്റാർ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റാറുകൾ വീതമെങ്കിലും എല്ലാവർക്കും കൊടുക്കാമായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ അക്ബർ ഇപ്പോൾ ലക്ഷ്മിയോട് പറയുന്നത്. എന്നാൽ ഷിയാസ് അക്ബറിനോട് പറയുന്നത്, ത്യാഗം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതായത് കിച്ചൺ ടീം ത്യാഗം സഹിച്ചാണ് ഫുഡ് തരാതിരുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ത്യാഗം എന്നൊരു വേർഡ് യൂസ് ചെയ്തത് ലക്ഷ്മിയാണ്. പിന്നെ ഓരോരുത്തർക്കും സ്റ്റാർ കൊടുക്കുന്നത് ലക്ഷ്മിയുടെ ഇഷ്ടപ്രകാരമാണ്. അതിൽ ഗസ്റ്റായി വന്ന ശോഭയ്ക്കോ ഷിയാസിനോ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അക്ബറും നമ്മുടെ അനുമോളും റെനയും നൂറയും എല്ലാം ഈ തവണ ഫൈറ്റ് ഉണ്ടാക്കുന്നത് ലക്ഷ്മിയോടാണ്. അതായത് അവർക്ക് സ്റ്റാർ കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് അവർ ഫൈറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ മെയിനായിട്ടും അക്ബറിന് സ്റ്റാറുകൾ വേണം. കാരണം അക്ബറിന് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കണമെങ്കിൽ കൂടുതൽ സ്റ്റാർ ലഭിച്ചേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്ബറിന് സ്റ്റാർ കിട്ടാത്തതിനെ കുറിച്ച് മെയിനായിട്ടും ലക്ഷ്മിയോട് ചോദിക്കുന്നു. അതിനുശേഷം ഒനീലും ജിഷിനും അക്ബറും തമ്മിലും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കാരണം ഒനീലിനും ജിഷിനും സ്റ്റാർ ലഭിച്ചത് കൊണ്ടാണല്ലോ അക്ബർ ഈ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നത്. ഒനീലും ജിഷിനും നല്ല രീതിയിൽ തന്നെ അക്ബറിനോട് ചൂടാകുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ ശോഭയോടും പോയി പറയുന്നു, ഇത് ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശമാണ്, അതേ ചൊല്ലി വഴക്കുണ്ടാക്കുന്നതിന് മേഡത്തിനൊന്നും തോന്നരുതെന്ന് ശോഭയോടും പോയി പറയുന്നു. അപ്പോൾ ശോഭയും പറയുന്നത്, അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്, നിങ്ങൾ പോയി വഴക്കുണ്ടാക്കിക്കോ, അത് ഞങ്ങളെ ഗസ്റ്റിനെ ഒന്നും നോക്കണ്ടെന്ന് ശോഭയും പറയുന്നു. റെനയും നൂറയും എല്ലാം ലക്ഷ്മിയോട് വഴക്കിടുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ജോലികൾ കൂടി കൺസിഡർ ചെയ്യണം, അല്ലാതെ ഫേവറിസം കാണിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. എന്തായാലും സ്റ്റാറിനെ ചൊല്ലിയുള്ള വഴക്ക് ഇപ്പോൾ നടക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.